ഈ കഴിഞ്ഞ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞിരുന്നതാണ്. ചോദ്യങ്ങളെ പേടിയാണോ? ഇപ്പോൾ ഒരു തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകുന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നു. ഇന്നാണ് സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം നടക്കാൻ പോകുന്നത്. 9 മണിക്കാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തുക. സഭയിലേക്ക് ഗവർണർ എത്തുന്ന മുറയ്ക്ക് നടപടികൾ തുടങ്ങുകയും ചെയ്യും. അവിടെ ഗവർണറെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഉണ്ടാകും. ഒപ്പം പാർലമെന്ററി കാര്യ മന്ത്രിയുമായ സണ്ണി ജോസഫും ചേർന്നായിരിക്കും ഗവർണറെ സ്വാഗതം ചെയ്യുക. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വി.ഡി. സതീശൻ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവിടെ തിരുവനന്തപുരത്ത് എത്തിയ ദൃശ്യമാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 9 മണിക്കാണ് സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം. ഈ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ടൊക്കെ ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ നടക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളിലോ ആ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലോ ഒന്നും ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല, അല്ലെ? മേഘ്ന മുരളി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മേഘ്ന, നയപ്രഖ്യാപന പ്രസംഗത്തിനായി പോകുകയാണ് മുഖ്യമന്ത്രി. ഇതിനിടയിൽ മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല, അല്ലെ? തീർച്ചയായും സംസ്ഥാനത്ത് ഈ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം 11ാം തവണയാണ് മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശനോട് പ്രതികരണം ചോദിക്കുന്നത്. പക്ഷേ ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അതിൽ ഏതെങ്കിലും തരത്തിൽ അപലപിക്കുകയോ അല്ലെങ്കിൽ അതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയോ ഇ ഡിയെ വിമർശിക്കുകയോ അങ്ങനെ ഏത് തരത്തിലുള്ള ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നിയമസഭാ നടപടിക്രമങ്ങൾക്ക് വേണ്ടി നയപ്രഖ്യാപന പ്രസംഗത്തിൽ പങ്കെടുക്കാനായാണ് വി.ഡി. സതീശൻ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോഴും മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ വീട്ടിലുണ്ടായിരുന്ന ഇ ഡി റെയ്ഡ്, ആ ഇ ഡി റെയ്ഡിലുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങൾ, CPM ആക്രമണമടക്കമുള്ള ചോദ്യങ്ങൾക്കൊന്നും വി.ഡി. സതീശന് മറുപടിയില്ല. അതിൽ കുറച്ചധികം ഗൗരവത്തിലാണ് ഇപ്പോൾ വി.ഡി. സതീശൻ കാറിൽ കയറി പോയിട്ടുള്ളത്. അത് ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല എന്നുള്ളൊരു പിടിവാശി അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഉറപ്പിച്ചാണ് വി.ഡി. സതീശൻ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് എത്തിയതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇന്ന് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നടക്കുന്നു. അതിൽ UDF സർക്കാരിന്റെ വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമാണ്. പക്ഷേ ഈ കാര്യത്തിൽ പോലും പ്രതികരണം നടത്താൻ അല്ലെങ്കിൽ അതിലൊരു സന്തോഷം പങ്കുവയ്ക്കാൻ പോലും വി.ഡി. സതീശൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ്. അതിൽ എന്താണ് മനസ്സിൽ അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല. അതിൽ ഏതെങ്കിലും തരത്തിൽ നാട്ടിലൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ അത് ആദ്യം പ്രതികരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ ഈ മാധ്യമങ്ങളോടക്കം നല്ല സൗഹൃദപരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. പക്ഷേ ആ വാഗ്ദാനം ഇന്ന് 11ാം തവണയും തെറ്റുന്നു. കാരണം നേരത്തെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിലായിരുന്നു. ആ ഡൽഹിയിൽ നിന്ന് തൊട്ട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും ഒരു വാക്കുപോലും ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം 9 മണിയോടുകൂടി തന്നെ വി.ഡി. സതീശൻ നിയമസഭയിലേക്ക് എത്തും. അതിനുശേഷം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഗവർണറെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫും ചേർന്നായിരിക്കും സ്വീകരിക്കുക. അതിനുവേണ്ടിയാണ് ഇപ്പോൾ തലസ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു പ്രതികരണം, അത് കുറച്ചധികം ഗൗരവത്തിലാണ്. അത് മാധ്യമങ്ങളോട് ഉത്തരം പറയില്ല എന്ന തരത്തിൽ ഗൗരവത്തിലാണ് ഇപ്പോൾ വി.ഡി. സതീശൻ ഇപ്പോൾ കാറിൽ കയറി പോവുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഇനി ഏതെങ്കിലും തരത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാത്രമാണ് ഇതിന് ഉത്തരവാദി അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മാത്രം ഉത്തരം പറഞ്ഞാൽ മതി എന്നുള്ളൊരു ധാരണയിലാണോ വി.ഡി. സതീശൻ എന്നറിയില്ല. എന്തായാലും 11ാം തവണയും മാധ്യമങ്ങൾക്ക് മറുപടിയില്ല. പൊതുസമൂഹത്തോട് എന്ത് നടക്കുന്നു നാട്ടിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ക്രമസമാധാന പ്രശ്നം ഉണ്ടായത്, അതിൽ പോലീസിന് വീഴ്ചയുണ്ടായോ, അതുപോലെ തന്നെ ഇ ഡി ഒരു പകപോക്കൽ നടപടികളിലേക്ക് പോയോ അല്ലെങ്കിൽ ഇ ഡിയുടെ ഒരു പ്രവൃത്തി അത് ശരിയായ രീതിയിലാണോ, അങ്ങനെ അത് വ്യക്തവുമാണ്. മാത്രവുമല്ല ഇത്തരത്തിലുള്ള ശരീരഭാഷ നമുക്ക് പരിചയമുള്ളതല്ല. സതീശൻ ഈ രീതിയിൽ മുഖ്യമന്ത്രിയായ ശേഷവും അതിന് മുൻപും വി.ഡി. സതീശൻ എന്ന നേതാവിൽ നിന്നുള്ള ശരീരഭാഷ നമുക്ക് കണ്ടുപരിചയമുള്ള ദൃശ്യങ്ങളൊന്നും നമ്മൾ ഇങ്ങനെ കണ്ടിട്ടില്ല ഇതിനു മുൻപ്. പക്ഷേ ഇപ്പോൾ തുടർച്ചയായി തന്നെ ഇതേ ചോദ്യത്തോട് മുഖ്യമന്ത്രി ഈ രീതിയിലാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. ഒന്നും മിണ്ടാതെ മാറി നിൽക്കുക അല്ലെങ്കിൽ മാറിപ്പോവുക എന്നൊരു നിലപാട് തുടർച്ചയായി സ്വീകരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് വെറുമൊരു റെയ്ഡ് മാത്രമല്ല, അതിൽ പിന്നാലെയുണ്ടായ ആരോപണം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഇ.ഡി. വി.ഡി. മോദി എന്ന് പറയുന്ന രീതിയിലുള്ള കൂട്ടുകെട്ടിലുണ്ട് എന്ന് CPM ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സമയം കൂടിയാണ്. അത് തുടർച്ചയായി തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നു. അന്ന് ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നു. അതിന് പിന്നാലെ അടുത്ത ദിവസം ഇ ഡി റെയ്ഡ് എന്നൊക്കെ രീതിയിലുള്ള CPM-ന്റെ ആരോപണങ്ങൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഈ മോദി വി ഡി ഇ ഡി എന്ന രീതിയിലുള്ള ഒരു ആരോപണമൊക്കെ CPM ഉയർത്തത്. ആ ഘട്ടത്തിൽ പോലും ഒന്നും പ്രതികരിക്കാതെ മുഖ്യമന്ത്രി മാറിപ്പോകുന്ന കാഴ്ച അല്ലെ? തീർച്ചയായും
പ്രജിൻ, അതിൽ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലത്തെ നിയമസഭാ സാമാജികത്വം അതിലൊന്നും പറവൂരുകാരടക്കം കാണാത്ത ഒരു ശരീരഭാഷയാണ് വി ഡി സതീശന് എന്നുള്ളതിൽ സംശയമില്ല. സോഷ്യൽ മീഡിയയിലടക്കം ഒരു പൂക്കി മുഖ്യമന്ത്രിയായാണ് വി ഡി സതീശനെ ആദ്യം തന്നെ അവതരിപ്പിച്ചത്. അങ്ങനെയാണ് ആ മുഖ്യമന്ത്രിയായിട്ടുള്ള ആ രംഗപ്രവേശനം അടക്കം. പക്ഷേ ഇന്ന് മാധ്യമങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളോ കാണാത്ത രീതിയിലുള്ള ഒരു ശരീരഭാഷ, അത് വിമർശിക്കേണ്ട ശരീരഭാഷ തന്നെയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. അതിൽ പിണറായി വിജയനെ പോലെ അല്ലെങ്കിൽ നേരത്തെ മുൻ മുഖ്യമന്ത്രിയെ കേട്ട വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അധികാരമേറ്റ മുഖ്യമന്ത്രിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു തരത്തിലും പ്രതികരണങ്ങൾ ജനങ്ങൾ കേൾക്കുന്നില്ല. അല്ലെങ്കിൽ മാധ്യമങ്ങളെ 11ാം തവണയും അങ്ങനെ ഒരു തടയുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഇന്നലെ അടക്കം തലസ്ഥാനത്തുണ്ടായ പ്രതിഷേധങ്ങളിൽ മോദി, ഇഡി, വി ഡി എന്ന് തന്നെയാണ് എല്ലാ ഫ്ലെക്സ് ബോർഡിലും. അതുപോലെ തന്നെ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ കാണുന്നു, കേന്ദ്രത്തെ കാണുന്നു, അതിനുശേഷമാണ് പിണറായി വിജയന്റെ വീട്ടിലേക്ക് ED റെയ്ഡ് വന്നത് എന്നുള്ളതാണ്. അത് ഗൗരവമുള്ള വിമർശനമാണ്, അല്ലെങ്കിൽ അത്രയും രാഷ്ട്രീയപരമായ വിമർശനമാണ്. പക്ഷെ അതിൽ പോലും വി ഡി സതീശന് മൗനമാണ്. ഒന്നും തനിക്ക് പറയാനില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് അനൌദ്യോഗികമായിട്ടുള്ള വിവരങ്ങളുണ്ട്. അതും അനൌദ്യോഗികം മാത്രമാണ്. എന്താണ് വി ഡി സതീശന്റെ മനസ്സിൽ എന്നത് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. എന്തായാലും CPM ആരോപണം, ഇടതുപക്ഷത്തിന്റെ ആരോപണം അത് ശക്തമാണ്. അത് ED, VD, മോദി എന്ന് തന്നെയാണ് അവർ ആരോപിക്കുന്നത്. പക്ഷേ അതിനും വി ഡി സതീശന്, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് മൗനമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടരുന്നത്. തീർച്ചയായും ഈ ക്രമസമാധാന പ്രശ്നങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതല്ല. പക്ഷേ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നില്ല. അപ്പോൾ ഈ ED, VD, മോദി കൂട്ടുകെട്ടത് കൂടുതൽ ബലപ്പെടുന്നു എന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.